തൃശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മിന്നൽ സന്ദർശനം. CPIM നേതാക്കളായ MM വർഗീസ്, AC മൊയ്തീൻ, MK കണ്ണൻ, PK ബിജു എന്നിവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM നേതാക്കളെ ED വീണ്ടും വിളിക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ചയെന്നാണ് വിവരം. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ തൃശൂരിലും ED നീക്കമുണ്ടാകുമെന്ന് ആശങ്കയുണ്ട്. 24 എക്സ്ക്ലൂസീവ് സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. സൂരജ്, ഈ അറിയിപ്പില്ലാതെ പെട്ടെന്ന് വരികയായിരുന്നല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പുതിയ നീക്കങ്ങളിലേക്ക് കടക്കുന്നുവെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? എന്താണ് മുഖ്യമന്ത്രിയുടെ മിന്നൽ സന്ദർശനത്തിന്റെ ഉദ്ദേശം? ഗോപികൃഷ്ണൻ, ED നീക്കം തൃശ്ശൂരിലും പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പുറത്തു വരുന്ന വിവരം. അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനത്തിലേക്ക് നയിച്ചത്. ഇന്ന് രാവിലെ മാത്രമാണ് ഈ സംസ്ഥാന സെൻട്രലിൽ നിന്ന് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു സന്ദർശനമുണ്ട് എന്ന അറിയിപ്പ് ജില്ലാ നേതാക്കൾക്ക് ലഭിക്കുന്നത്. ജില്ലാ സെൻട്രൽ ഈ വിവരം അറിയിക്കുകയായിരുന്നു. സംസ്ഥാന നേതാക്കളെ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അനുവദിക്കണം എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. അത് പ്രകാരം 10 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പോലീസിന് പോലും രാവിലെയാണ് വിവരം ലഭിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് പോലീസ് ഉൾപ്പെടെ ഈ പാർട്ടി ഓഫീസിന് ചുറ്റും സുരക്ഷ ഉറപ്പാക്കുകയായിരുന്നു. അടുത്ത കാലത്തൊന്നും തന്നെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിരുന്നില്ല. ഇന്ന് അങ്ങനെ ഇരിക്കെയാണ് 10 മണിയോടുകൂടി മുഖ്യമന്ത്രി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കൊണ്ട് ഈ നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. ജില്ലാ സെക്രട്ടറി MM വർഗീസ്, അതുപോലെ തന്നെ MK കണ്ണൻ, AC മൊയ്തീൻ, PK ബിജു തുടങ്ങിയവരുമായി ഇവിടെ കൂടിക്കാഴ്ച നടത്തി. ഈ കെജ്രിവാളിന്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ തൃശൂരിലും സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കും എന്നൊരാശങ്ക നേതാക്കൾക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 3 നേതാക്കൾ AC മൊയ്തീനും MM വർഗീസും MK കണ്ണനും അറസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നു. അതായത് അറസ്റ്റ് ഉണ്ടായാൽ പോലും അതിനെ നേരിടാൻ സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവരുമായി അടുത്ത വൃത്തങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പോലും മനസ്സിലാകുന്നത്. അറസ്റ്റ് ഉണ്ടായാൽ പോലും അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കെജ്രിവാളിന്റെ അറസ്റ്റോട് കൂടി തന്നെ ഒരു പിന്തുണ ഇവരെ നേരിൽ കണ്ട് അറിയിക്കുക, അതുപോലെ തന്നെ പ്രവർത്തകർക്ക് ഊർജ്ജം പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലേക്ക് നേരിട്ടെത്തി ഈ കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവരുണ്ടായിരുന്നു. അവരെല്ലാവരുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയത്. 45 മിനിറ്റ് നേരം മാത്രം നീണ്ടു നിൽക്കുന്നതായിരുന്നു കൂടിക്കാഴ്ച. എന്തായാലും ഈ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ CPM-നെ സംബന്ധിച്ച് വലിയ ആശങ്കയിലേക്ക് പോകുന്നു. BJP-യെ സംബന്ധിച്ച് അവർ ഏറെ വിജയ പ്രതീക്ഷിക്കുന്നു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.